കേരള മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ രാജന്റെ തിരോധാനം. അടിയന്തരാവസ്ഥ കാലത്ത് കോഴിക്കോട് RECയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന രാജന്റെ തിരോധാനം കേരളമൊട്ടാകെ വളരെ വിവാദമുയർത്തിയ ഒരു സംഭവമായിരുന്നു. ഭരണവർഗത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ അല്ലെങ്കിൽ ഭരണവർഗത്തിന്റെ അടിച്ചമർത്തലിനെതിരെ ഒരു മകൻ നഷ്ടപ്പെട്ട അച്ഛന്റെ വേദന അല്ലെങ്കിൽ ആ അച്ഛൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിന്റെ കഥ കൂടി പറയുകയാണ് ഈശ്വരവാര്യർ എഴുതിയ ഒരു അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞ പുസ്തകം. ഏകദേശം 1976 മാർച്ച് 1 രാജനെ കാണാതാവുന്നത്. രാജൻ അതിനു മുമ്പ് 2 ദിവസങ്ങൾക്ക് മുമ്പ് രാജൻ ഒരു യുവജനോത്സവത്തിൽ പങ്കെടുക്കുകയും കലോത്സവത്തിൽ പങ്കെടുത്ത് തുടർന്ന് RECയിലേക്ക് തിരിച്ചു വരുമ്പോൾ രാജനെ പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. രാജൻ 1976 ഫെബ്രുവരിയിൽ നടന്ന കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ രാജൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന ഒരു ആരോപണം ഉന്നയിച്ചാണ് അവർ രാജനെ പിടിച്ചുകൊണ്ടുപോകുന്നത്. 76 മാർച്ചിൽ പിടിച്ചുകൊണ്ടുപോയ രാജനെ പിന്നീട് ഒരിക്കലും കാണുന്നില്ല. രാജന്റെ അച്ഛൻ 10 ദിവസങ്ങൾക്ക് ശേഷം രാജൻ ഇനിയും തിരിച്ചെത്തിയിട്ടില്ല എന്നറിഞ്ഞ് അച്ഛൻ അന്വേഷണം ആരംഭിക്കുകയാണ്. അവിടെ നിന്ന് അച്ഛന്റെ പോരാട്ടം ആരംഭിക്കുന്നു. പ്രൊഫസർ ഈശ്വരവാര്യർ എന്ന ഒരു സാധാരണ ഒരു ഇടത്തരം വാര്യർ കുടുംബത്തിൽ ജനിച്ച ഈശ്വരവാര്യർ ഒരുപാട് അലച്ചിലിന് ശേഷം രാജനെ കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. അങ്ങനെ ഈശ്വരവാര്യരുടെ ഏകദേശം 30 വർഷം നീണ്ട ഒരു പോരാട്ടമാണ് 2004 പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്.